ഈ നാളുകളുടെ ഈ ഓർമ്മയാചരണം നമുക്ക് ഓരോരുത്തർക്ക് വ്യക്തിപരമായിട്ട് നമ്മളുടെ കുടുംബങ്ങൾക്ക്, വിശേഷിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ സഭയ്ക്കും ലോകത്തിന് മുഴുവനും അനുഗ്രഹദായകമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ അനുസ്മരണയ്ക്കായിട്ട് ഒരു പങ്കുവെക്കലിനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞത് പിതാവിന് ഇഷ്ടമുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. എനിക്കിഷ്ടമുള്ള വിഷയം ഏതാണ് എന്നുള്ളതാണ് എൻ്റെ വലിയൊരു സംശയം. ഏത് വിഷയമാണ് എനിക്കിഷ്ടം? ഞാൻ 1955 ജനിച്ചത്. 53 പിതാവ് കാലം ചെയ്തു. പുനരേക്യ പ്രസ്ഥാനത്തിലൂടെ ആഗോള സഭയോട് ചേർന്ന് നിൽക്കുവാനും വലിയുടേൽ കുടുംബത്തിന് സാധ്യമായത് ഈ പുണ്യപിതാവിലൂടെയാണ് എന്ന് ഞാൻ നിരന്തരമായി ഓർക്കാറുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരവസരത്തിൽ യാദൃശ്ചികമായി എൻ്റെ ദൈവവിളി കണ്ട് മനസ്സിലാക്കിയ ഒരു മേരി മക്കൾ സന്യാസിനി എന്നെ ബഹുമാനപ്പെട്ട അംബ്രോസച്ചൻ OLCയിലെ ബദനി ആശ്രമത്തിലെ അംബ്രോസച്ചൻ്റെ അടുക്കലേക്ക്, കറ്റാണം ബദനി ആശ്രമത്തിലേക്ക് പറഞ്ഞുവിട്ടു. അന്ന് മുതലാണ് എനിക്ക് ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനി ബദനി ആശ്രമത്തിൻ്റെ ഫൗണ്ടർ, ബദനി ആശ്രമത്തിൻ്റെ സ്ഥാപകനാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ബദനിയുടെ സ്ഥാപകനോട് പ്രത്യേകമായ ഒരു സ്നേഹവും ആദരവും ഭക്തിയും ഉണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ പിതാവിനെ ഞാൻ കണ്ടറിയുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. തുടർന്ന് ഓർമ്മ പെരുന്നാളുകളിൽ സംബന്ധിക്കുവാനും സാധിച്ചിട്ടുള്ളപ്പോൾ വളരെ ആഴമായിട്ട് പിതാവിൻ്റെ ജീവിതം എന്നെ സ്വാധീനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കാലയളവിൽ വൈദിക പരിശീലനത്തിനായിട്ട് പരിശീലനം നടക്കുമ്പോൾ, സന്യാസ ജീവിത പരിശീലനം നടക്കുമ്പോൾ ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ആധ്യാത്മികത എന്താണ് എന്ന് ആഴത്തിൽ പഠിക്കുവാൻ തുടങ്ങി എന്ന് പറയുവാൻ സാധിക്കും. ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയെ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഗിരിദീപം എന്നൊരു പുസ്തകമാണ്. ഗിരിദീപം ഇവാനിയോസ് തിരുമേനിയുടെ സ്വയംകൃത ചരിതമാണ്. പിതാവിൻ്റെ ആദ്യത്തെ ആത്മീയ അനുഭൂതികളെ കുറിച്ചിട്ടിരിക്കുന്നതും നമുക്ക് പുനരേക്യ പ്രസ്ഥാനത്തിൻ്റെയും ബദനി സന്യാസ ജീവിതത്തിൻ്റെയും അടിത്തറകൾ, അതിൻ്റെ ആത്മീയമായിട്ടുള്ളതായ ചിന്ത, അതിൻ്റെ ചരിത്രപരമായ തുടക്കം എവിടെയാണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും നാം ഇന്ന് അനുഭവിക്കുന്നതായ എല്ലാ ദൈവികമായ അനുഗ്രഹത്തിൻ്റെയും ഒരു സ്രോതസ് ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ആത്മീയതയിൽ അധിഷ്ഠിതമാണെന്നും നമുക്ക് തിരിച്ചറിയുവാൻ ഈ പുസ്തകം വായിച്ചാൽ സാധിക്കും. തുടർന്ന് പിതാവിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് സന്യാസ ജീവിത സഹായം, സന്യാസ ജീവിത പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ട് പഠിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ ധ്യാന ചിന്തകൾ
വിശുദ്ധ കുമ്പസാരം ഒരു പഠനം, വിശുദ്ധ കുർബാന ഒരു പഠനം, അതുപോലെ തന്നെ ധ്യാന ചിന്തകൾ അടങ്ങുന്നതായ പുസ്തകങ്ങൾ ഇവയൊക്കെ വായിക്കുവാനായിട്ട് അന്ന് പ്രേരിതമായി അവയൊക്കെ അന്ന് വായിച്ച് പഠിച്ചു. ഈ പരിശുദ്ധ സഭയിൽ ഒരു ബദനി സന്യാസിയായി വ്രതം ചെയ്തപ്പോൾ എത്രയോ ആത്മാഭിമാനമാണ്. 80-ൽ പുനരേക്യ പ്രസ്ഥാനത്തിന്റെ 50-ാം വാർഷികം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നതായ അവസരത്തിൽ കോട്ടയത്തെ മാറിവാനിയോസ് നഗറിൽ വെച്ചാണ് വൈദിക പട്ടം സ്വീകരിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. അന്ന് ബദനി നിന്ന് തന്നെ മലങ്കര സഭയുടെ അധ്യക്ഷനായിരുന്ന സിറിപ്പിതാവിൽ നിന്ന് പിൽക്കാലത്ത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാപ്പോലീത്ത പ്രഥമ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്ക ബാവ എന്നീ പദവികളിലേക്ക് ഒക്കെ ഉയർത്തപ്പെട്ടതായ ആ പിതാവിൽ നിന്നാണ് എനിക്ക് തിരുപ്പട്ടം സ്വീകരിക്കുവാനായിട്ട് സാധിച്ചത്. അതേ വേദിയിൽ തന്നെ തിരുവനന്തപുരം അതിരൂപതയിൽ നിന്നുള്ളതായ ശമാശന്മാർക്ക് പട്ടം നൽകിക്കൊണ്ട് ഗ്രിഗോറിയോസ് തിരുമേനി ഉണ്ടായിരുന്നു എന്നത് പ്രധാന കാർമ്മികനായി ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അപ്പോൾ പുനരേക്യ പ്രസ്ഥാനത്തിലൂടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ആഗോള സഭയിൽ ഒരു വൈദികനാകുവാൻ സാധിച്ചപ്പോൾ അതിന് വളരെ പ്രേരകമായിട്ട് നിന്നത്, അതിന്റെ ആധ്യാത്മികമായ സ്രോതസ്സായിട്ട് നിന്നത് ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയാണ് എന്ന് അന്നും ഇന്നും എത്രയോ സൂക്ഷ്മതയോടുകൂടിയാണ് ഞാൻ അനുസ്മരിക്കാറുള്ളത്. ഭാഗ്യവശാൽ റോമിൽ പോയി പഠിക്കുന്നതിനിടയായപ്പോൾ ഞാൻ റോമിൽ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സാധിക്കുമ്പോഴെല്ലാം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയി പ്രാർത്ഥിക്കുവാനുള്ള അവസരം ലഭിച്ചു. അവിടെ പ്രവേശിക്കുമ്പോഴൊക്കെ ഞാൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ചിത്രം വിശുദ്ധ പത്രോസ്ലീഹായുടെ ചിത്രത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കാറുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, 11-ാം പീയൂസ് മാർപ്പാപ്പ ധന്യന്മാർ ഇവാനിയോസ് തിരുമേനിയെ ബിഗ് വെൽക്കം എന്ന് പറഞ്ഞ് ആശ്ലേഷിച്ച് വത്തിക്കാനിൽ സ്വീകരിച്ചതായ ആ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഊഷ്മളമായ ഒരു അനുഭവത്തോടു കൂടി അവിടെ വെച്ച് അനേകം പ്രാവശ്യം ചിന്തിക്കാറുണ്ട്. ഈ വർഷം കഴിഞ്ഞ 12, 13, 14 ദിവസങ്ങളിൽ യൂറോപ്പിലുള്ളതായ നമ്മുടെ മലങ്കര കത്തോലിക്കരെല്ലാവരും റോമിൽ ഒരുമിച്ച് കൂടി പരിശുദ്ധ പത്രോസിന്റെ സിംഹാസന പള്ളിയിൽ പത്രോസിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ആ ബലിവേദിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് കുർബാനയോടൊപ്പം ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ അനുഭവമായിരുന്നു. അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറോണോ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബായോടൊപ്പം ഈ സഭയിലെ മറ്റ് 12 മെത്രന്മാരോടൊപ്പം അനേകം വൈദികരോടും റോമിലും മറ്റനേകം സ്ഥലങ്ങളിലുമായിട്ട് പാർക്കുന്നതായ വലിയ വിശ്വാസ സമൂഹത്തോടും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് സാധിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ ആഴത്തിൽ അനുഭവമായത് എന്താണ് പുനരൈക്യത്തിന്റെ സന്ദേശം എന്ന്. എന്താണ് പുനരൈക്യത്തിന്റെ അനുഭവം എന്ന്? പുനരൈക്യത്തിന്റെ അനുഭവം എന്നത്
ആഗോള സഭയോട് ചേർന്നിരിക്കുക, പത്രോസിന്റെ സിംഹാസനത്തോട് ചേർന്നിരിക്കുക, സാർവത്രികമായ ഐക്യത്തിൽ നാം ഒന്നാണ് എന്ന് അനുഭവിച്ചറിയുക, ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മീയതയുടെ ആഴങ്ങൾ എവിടെയാണെന്ന് തിരിച്ചറിയുക, ഇവയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ധന്യൻ മാർ ഇവാനിയോസ് ത്രിവേദിയുടെ പ്രസ്ഥാനം ആരംഭിച്ചതായ പ്രസ്ഥാനം പുനരേക്യ പ്രസ്ഥാനത്തിലൂടെ, സഭൈക്യ പ്രസ്ഥാനത്തിലൂടെ ആഗോള സഭയുടെ തനയനായി തീരുവാനും, ആഗോള സഭയുടെ ഒരു വിശ്വാസിയായി തീരുവാനും, ഒരു മെത്രാനായി തീരുവാനും സാധിച്ചതിന്റെ അനുഭവമാണ് എന്ന് അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി. അത് ഏറ്റവും അവസാനത്തെ അനുഭവമാണെങ്കിൽ, ഞാൻ റോമിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വന്നപ്പോൾ എന്നെ പ്രധാനമായിട്ടും പൂനെയിലാണ് എൻ്റെ ജോലി നിയോഗിച്ചത്. നമ്മുടെ പഠന സെമിനാരിയിൽ, തുടർന്ന് നമ്മുടെ മിഷനുകൾ. ആ മിഷനുകളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ധന്യന്മാർ ഇവാനിയോസ് ത്രിവേദി നൽകിയതായ ചിന്തയാണ്. മാർത്തോമാ ശ്ലീഹായാൽ ഈ ഭാരത മണ്ണിൽ കൊളുത്തപ്പെട്ടതായ സുവിശേഷത്തിന്റെ ഭദ്രദീപം അത് നാം പറയും കീഴിൽ വെക്കേണ്ടതല്ല, പിന്നെയോ പീഠത്തിന്മേൽ വെക്കുകയും അത് ഈ ഭാരതമാസകലം പ്രോജ്വലമാക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടിയാണ് താൻ പുനരേക്യ പ്രസ്ഥാനം ആരംഭിക്കുന്നതെന്നും സഭൈക്യ പ്രസ്ഥാനം എന്ന് പറയുന്നത് സഭയുടെ ഐക്യത്തിലൂടെ എല്ലാ സഭകളും ഒരുമിച്ച് ഒന്നായി ചേർന്നുകൊണ്ട് ഭാരതമാസകലം സുവിശേഷം പ്രഘോഷിക്കണം എന്നുമുള്ള ധന്യന്മാർ ഇവാനിയോസ് ത്രിവേദിയുടെ ആ ചിന്തകളാണ് പിന്നീടുള്ളതായ നാളുകളിൽ എന്നെ മതിച്ചിട്ടുള്ളത്.